സർ, ഈ ISKP എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന പണ്ടേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അന്ന് പൊടി തട്ടിയെടുത്ത് കുറച്ച് വിപുലമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ലക്ഷ്യം മോദിയാണ്. 21 മലയാളികളെ ഇതിനായി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. 1000 പേരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതിൽ 21 മലയാളികൾ എന്തിനും എന്ത് ചെയ്യാനും തയ്യാറായി. അതായത് പൊട്ടിത്തെറിക്കണമെങ്കിൽ അങ്ങനെ, ഇനി കൊല്ലണമെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലും തയ്യാറായി നിൽക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. ഈ പുതിയ നീക്കം അതിനെങ്ങനെയായിരിക്കും ഇന്ത്യ നേരിടാൻ ഒരുങ്ങുന്നത്? ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ റിപ്പോർട്ടാണിത്. വളരെ ഗൗരവമുള്ള റിപ്പോർട്ടാണ്. ഇത് നമ്മൾ ഈ ഗൗരവത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പല ഭീകര സംഘടനകൾക്കകത്തും ആളുകൾ ഇന്ത്യക്കകത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ട് 1000 പേരുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ക്യാമ്പിൽ ഇപ്പം അതിനകത്ത് 21ഓളം മലയാളികളുണ്ട്. ഒത്തിരി എത്രത്തോളം ഇന്ത്യക്കാരുണ്ടെന്നുള്ളതിനെ പറ്റി ഒരു ചർച്ചയില്ല. പക്ഷേ വ്യക്തത വരുത്തി 21ഓളം മലയാളികൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഇവിടെ നിന്ന് പണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പണ്ട് ഇതുപോലെ ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന IS പോലെയുള്ള ഭീകര സംഘടനകളിലകത്തും അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകര സംഘടനകൾക്കകത്തും പ്രവർത്തിക്കാൻ പോയവരുടെ ലിസ്റ്റ് ഏറ്റവും കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് ഇവർ ചാവേർ സ്ഫോടനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മറ്റു പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സിന്ധൂറിന് ശേഷം അല്ലെങ്കിൽ അതിന് പുറകോട്ട് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അവസാനം സിന്ധൂറിന് ശേഷം പാകിസ്ഥാന് കിട്ടിയ അടി നിവർത്തികേട് കൊണ്ട് സഹിക്കുന്ന പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ അരാജകത്വം ഉണ്ടാക്കുന്നതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതും അതിനകത്ത് ഇന്ത്യക്കകത്തു നിന്ന് സഹായം ലഭിച്ചുകൊണ്ടിരുന്നതും ഒക്കെ കൊണ്ട് അവരതിനകത്ത് വിജയിച്ചുകൊണ്ടിരുന്നു. 6 മാസം കൂടിയിരിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഫോടനം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു 2014 മുമ്പ്. അപ്പം അതിനുശേഷം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഇതിനകത്തൊരു തയ്യാറെടുപ്പ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്നുണ്ട്. കാശ്മീർ ബോർഡറിൽ വലിയ പഹൽഗാമിന് ശേഷവും വലിയ വലിപ്പത്തിൽ ഈ സെക്യൂരിറ്റി ത്രെഡ് അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റം വ്യാപിപ്പിക്കുന്ന പാകിസ്ഥാൻ. അപ്പോൾ നമ്മളിപ്പം ഓപ്പറേഷൻസിന് അവിടുത്തെ ഈ പറയുന്നത് പോലെ നമ്മൾ അന്ന് വിശ്വസിച്ചിരുന്നത് പോലെയല്ല ദീർഘമായിട്ട് ഗാസ മോഡൽ ഇസ്രായേൽ കാണിക്കുന്നില്ലേ, ദീർഘമായിട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആളുകൾ ഇപ്പോഴും അവരെ സഹായിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഭരണ സംവിധാനം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതൊക്കെയാണ്. അത് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ ഒമർ അബ്ദുള്ള എന്ന് പറയുന്നവരൊക്കെ. അപ്പം ഇപ്പം അവരെ ഏത് കുടുംബത്തിനകത്താണ് ഇതിന് പങ്കുള്ളത്, ആ കുടുംബം ബോംബ് വെച്ചങ്ങ് തകർത്ത് കളയുക. ആ വീട് അത് വേറെ ഇതൊന്നുമില്ല, അറിയാതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർ വനാന്തരങ്ങളിലേക്ക് കയറി. അപ്പോൾ വനാന്തരങ്ങളിൽ ഗുഹകളിലാണ് തമ്പടി. അപ്പോൾ ഗുഹകൾക്കകത്ത് ബോംബ് വെച്ചിട്ട് പൊട്ടിച്ച് കളയുന്ന രീതിയാണ്. അപ്പം ആ രീതിയിലേക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ്. കാരണം ഈ മലമ്പ്രദേശവും അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ സാധ്യമായ സ്ഥലവും ഒക്കെ ആയതുകൊണ്ട് അവിടെ ഈ ഭീകരന്മാർക്ക് നുഴഞ്ഞു കയറിയാൽ കാലങ്ങളായിട്ട് പ്രാദേശിക ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ ജീവിക്കാനും ഓപ്പറേഷൻസ് നടത്താനും ഒക്കെ പറ്റും. ആവശ്യമുള്ളപ്പോൾ ഇറങ്ങി വരുന്നു, കയറിപ്പോകുന്നു, സാധാരണക്കാരൻ്റെ കൂട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഗുജറാത്ത് മേഖലയിൽ ബോർഡറുകൾ ഇപ്പം ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ സജീവമാകുന്നു, പല മേഖലയിലും സജീവമാകുന്നു. ഇതുപോലെ തന്നെ പാകിസ്ഥാൻ വലിയ വലിയ ഒരുക്കത്തിൽ AI സംവിധാനത്തിൽ പോലും ഉള്ള രീതിയിലേക്ക് ആയുധ ശേഖരവും സാങ്കേതിക വിദ്യയും ഒക്കെ പരിശീലനവും ഒക്കെ പട്ടാളത്തിന്റെ കെയർ ഓഫിൽ കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് വളരെ വലുപ്പത്തിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഉള്ള സിസ്റ്റത്തിൽ നിന്ന് മാറ്റി ഈ ഹമാസ് ഭീകരവാദികൾ സ്ത്രീകളെയും കുട്ടികളെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പറയുന്നത് പോലെ ഇവരുടെ പുതിയ പുതിയ മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ ഈ സംഘങ്ങൾ നേരത്തെ പോലെ 10, 600, 700 പേരൊന്നും അല്ല, ഒന്നിച്ചല്ല ട്രെയിനിങ് 15. എന്നിട്ട് ഇവർ ഈ ട്രെയിനിങ്ങിന് ശേഷം ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പൊതുജനത്തിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഇവരെ ഉപദ്രവിക്കണമെങ്കിൽ ഈ സിവിലിയൻസിന് അപകടം പറ്റുന്ന രീതിയിലേക്ക് വരും. അപ്പം ഉപദ്രവിക്കാൻ മറ്റൊരു രാജ്യം തയ്യാറായാൽ, അത്തരത്തിലൊരു ഉപദ്രവം ഉണ്ടായാൽ സിവിലിയൻസിനെ കൊന്നു, അത് യുദ്ധ വിരുദ്ധ നിയമമാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് വലിയ തയ്യാറെടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രദേശവും ഇപ്പോൾ വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. വടക്കിഴക്കൻ സംസ്ഥാനത്തിലെ ഹുജി, അല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഈ വേറെ ഓരോ ഭീകര സംഘടനകളുണ്ട്, ഒന്നിനും കുറവില്ലല്ലോ. അപ്പോൾ അത് ബംഗ്ലാദേശിനെ കേന്ദ്രമാക്കി ബംഗ്ലാദേശിൻ്റെ ഈ യൂനസിന് ശേഷം വന്നതിനകത്ത് പാകിസ്ഥാൻ്റെ കടന്നുകയറ്റു, അല്ലെങ്കിൽ അവിടുത്തെ IS ചാരസംഘം അല്ലെങ്കിൽ അവരുടെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കടന്നുകയറ്റു, അവിടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ നമ്മൾക്കെതിരെ ഈ പറയുന്ന ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം വിപുലീകരിച്ചിട്ട് പോകുന്നതിന് ഈ ഏറ്റവും പ്രധാനമായിട്ട് ISKP എന്ന് പറയുന്ന സംഘടന, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പം ഇത് ഈ പറയുന്ന അഫ്ഗാനെതിരെ നീങ്ങുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഓരോ തരത്തിൽ ഇവരുടെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നീക്കത്തിന്. ഇപ്പോൾ ഇവരെ വേറൊരു കാര്യം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരെ നീങ്ങുന്നതിനൊപ്പം
കാശ്മീരിലെ കാര്യം കൂടെ നോക്കിക്കണം, കാരണം ഇയാൾ ഭരണാധികാരിയല്ലേ, കാശ്മീരിലെ കാര്യം കൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതേ രീതിയില്ല. അപ്പോൾ അതിനകത്ത് ഇവർ ബലൂചിസ്ഥാനിൽ ഇവർ ക്യാമ്പുണ്ട്, അല്ലെങ്കിൽ ഖൈബർ പത്തൂൺ മേഖലയിൽ ഇവരുടെ ക്യാമ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ക്യാമ്പുകൾ പലതും സംഘടിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ പാകിസ്ഥാനിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്ന ക്യാമ്പിലാണ് ഇത്തരത്തിൽ ഭയാനകമാകുന്ന രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ട്. ഇതിനകത്ത് മോദിയെയും ലക്ഷ്യം വെക്കുന്നു എന്നാണ്. മോദിയെ ലക്ഷ്യം വെക്കുന്നതിനകത്ത് പാകിസ്ഥാൻ ഭീകര സംഘടനകളൊക്കെ എന്നെ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പം ലക്ഷ്യം വെക്കുന്നത് രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത വരിക, അതായത് അമേരിക്കൻ ചാരസംഘടനയുടെ സഹായത്തോടു കൂടി മോദിയെ വകവരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്കൻ കമാൻഡോസ് പല രീതിയിൽ അവതരിക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത റിപ്പോർട്ട്. എന്നാൽ അത് വ്യക്തത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും ഇത് വളരെ കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മഹാരാഷ്ട്രയിലെ പാസ്റ്ററെ പിടിക്കുമ്പോൾ പാസ്റ്റർ കമാൻഡോ ആവുന്നു അമേരിക്കയുടെ, അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന അമേരിക്കൻ ചാരസംഘടന CIA ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാവുന്നു. അതിന് മുമ്പ് തന്നെ ധാക്കയിൽ മരിച്ച അല്ലെങ്കിൽ ഹോട്ടലിൽ മരിച്ച ആളിനെ പറ്റി പരിശോധിക്കുമ്പോൾ അയാൾ അവിടുത്തെ ഏറ്റവും വലിയ കമാൻഡോ ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാളുടെ കൂടെ 20ഓളം പേര് വരുന്നു. അതിനകത്ത് ഏതാണ്ട് 12ഓളം പേരെ കാണാതാകുന്നു. ഇതെല്ലാം അജ്ഞാതനാണ്. അല്ലെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് ഈ ഒരു മരണവും ഈ ദുരൂഹതയും മറയ്ക്കുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു. ഇയാൾക്ക് ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ താമസ സൗകര്യം ഒരുക്കുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ അവരുടെ ഏജൻസി ആകുന്നു, അല്ലെങ്കിൽ പട്ടാള ഏജൻസി ആകുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ കെയർ ഓഫിലാകുന്നു. അപ്പോൾ ഈ ദുരൂഹതകളൊക്കെ നിൽക്കുകയാണ്, ഇത് ചർച്ചയാവുകയാണ്. ഇയാളെ കൊല്ലുന്ന അജ്ഞാതനാണ്. അല്ലെങ്കിൽ അതിനുശേഷം ഇത്തരത്തിൽ നീക്കങ്ങൾ ഒരുപക്ഷെ 2024 ഇലക്ഷൻ അട്ടിമറിക്കുന്നതിൻ്റെ നീക്കത്തിൻ്റെ പോലെ തന്നെ ഇപ്പോൾ റെസ്യൂം ചേഞ്ച് നടക്കാത്തതും മറ്റു രീതിയിലുള്ള നീക്കങ്ങളും ഡീപ് സ്റ്റേറ്റ് നടക്കാത്തതും ഒക്കെ കാലത്തെ അതിന് കാരണക്കാരനായിട്ടുള്ള ഭരണാധികാരി, ഇന്ത്യയുടെ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പോക്കിന് കാരണക്കാരനായിട്ടുള്ള ശക്തനായ ഭരണാധികാരിയെ തകർത്താൽ മാത്രമേ ഒരുപക്ഷെ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളതും പണ്ട് നടത്തിയിട്ടുള്ളതും ലാൽ ബഹദൂർ ശാസ്ത്രിയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നമ്മുടെ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണം അറിയാതെ ഇതിനകത്തൊക്കെ ദുരൂഹത അന്നും അമേരിക്കയുടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് തെളിവുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോഴും അതിൻ്റെ പുറകിൽ അമേരിക്ക ആയിരുന്നു പറയുന്നുണ്ട്. ഇതേ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ രഹസ്യാന്വേഷണ വകുപ്പിന് റോയ്ക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അറിവ് ഇത് ഈ രീതിയിലേക്കാണ്. അതിനകത്ത് മലയാളികൾ അല്ലെങ്കിൽ കേരളം ഈ പറയുന്നത് പോലെ ലോകത്തുള്ള പ്രത്യേകിച്ചും പാകിസ്ഥാനിലുള്ള ഇതുപോലെയുള്ള ഭീകര സംഘടനകളുടെ എല്ലാം സ്ലീപ്പർ സെല്ലുകളുടെ ഒരു കേന്ദ്രമായിട്ട് മാറുന്നു. മാത്രമല്ല ഈ ISKP എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായിട്ടുള്ള അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഒരു 3 കൊല്ലം മുമ്പ് ഇവിടെ അറസ്റ്റ് ചെയ്ത ഓർമ്മയുണ്ടോ? അല്ലെ, മലപ്പുറത്ത് നിന്ന്. അപ്പം അതിൻ്റെ സ്ത്രീകൾ പോലും, സ്ത്രീകളെ ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മുടെ ഓപ്പറേഷന് ശേഷമാണ് ഹഫീസയുടെ പെങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഭീകര സംഘടനകളിലെ ചാവേർ സംഘമൊക്കെ രൂപീകരിക്കുന്നതും അതിന് വേണ്ടിയുള്ള ക്ലാസ്സും ഒക്കെ ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ അതിൽ പ്രവർത്തിക്കുന്നു. അതിനു മുമ്പ് സ്ത്രീകളെ ഉൾപ്പെടുത്തി പോകുന്ന ഒരവസ്ഥ അവർക്കില്ലായിരുന്നു. ആ സമയത്ത് പോലും സ്ത്രീകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമായിരുന്നു. അതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അവരെ പറ്റി വിവരമൊന്നുമില്ല. അങ്ങനെ വിവരങ്ങൾ വെളിയിൽ കിട്ടത്തില്ല, ആഭ്യന്തര വിഷയമായതുകൊണ്ട്. അപ്പം ഈ ISKP എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഭീകര സംഘടനയുടെ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ വളരെ കൂടുതലായിട്ട് പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമ്മുടെ കർണാടക പോലെയുള്ള സംസ്ഥാനത്തും കേരളത്തിൽ എല്ലാ ഭീകര സംഘടനകളുടെയും കൂട്ടുതന്നെ ഇതിൻ്റെയും സ്ലീപ്പർ സെല്ലുകളുടെ ഒരു വലിയ വലിപ്പത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് പരിശീലനം കിട്ടുന്ന അല്ലെങ്കിൽ പരിശീലനം ലഭിക്കുന്ന ആൾക്കാർ പക്ഷേ നേരത്തെ ഈ പറഞ്ഞതുപോലെ ISൽ പോകും അല്ലെങ്കിൽ സിറിയയിൽ പോയി മതപരിവർത്തനത്തിന് പോകുന്ന രീതിയിലൊക്കെ പോയിട്ടുള്ളവരുടെ കണക്കെടുപ്പ് അന്ന് നടത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 10-25 പേര് വന്നിട്ടുണ്ട്. അത് കൃത്യത വരുത്തി വന്ന കണക്കാണ്. അവിടെ ചെന്നിട്ടുള്ളവരും അല്ലെങ്കിൽ അവിടെ ചില ആക്രമണത്തിനകത്ത് പങ്കെടുത്തിട്ട് മരിച്ചിട്ടുള്ളവരുടെ കണക്ക്. മാത്രമല്ല ഇവിടെ പല തിരോധാനങ്ങൾ, നമുക്കറിയാലോ, പല തിരോധാനങ്ങളുടെയും എവിടെ പോയി എന്ത് പോയി എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. പോയിട്ടുണ്ട്, ഒരു വ്യക്തതയില്ല, എങ്ങോട്ട് പോയി എവിടെ പോയി യാതൊരു രീതിയിൽ. അങ്ങനെ ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാലും അല്ലെങ്കിൽ അപായപ്പെടുത്തിയാലും ഒക്കെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് കുറച്ച് ദിവസമാണെങ്കിൽ അറിയുന്നു. പക്ഷെ ചില ഈ പറയുന്നത് പോലെ തിരോധാനങ്ങൾക്ക് യാതൊരു തെളിവുകളും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള തിരോധാനങ്ങൾ, അത്തരത്തിലുള്ള ആൾക്കാർ മറഞ്ഞു പോകുന്ന ഒരു വളരെ കൂടുതലായിട്ട് വരികയും ഇതൊക്കെ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ കൃത്യത വരുത്തി നോക്കുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിന് വേണ്ടി അത്തരത്തിലുള്ള
ഭീകരം ഭാഗമായിട്ട് ഈ പറയുന്ന സിറിയയിലും അല്ലെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയിട്ടുള്ളവരും പാകിസ്ഥാനിലും ഒക്കെ പോയിട്ടുള്ളവരും തന്നെയാണെന്നാണ് ഇതിനകത്തു നിന്നും ഈ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അഫ്ഗാനിസ്ഥാനിൽ വിഷയം വന്നപ്പോൾ താലിബാന്റെ ഭരണം വന്നപ്പോൾ അവിടെ അതുവരെ പിടിച്ചിട്ടിരുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഗൾഫിൽ 20 കൊല്ലത്തെ ഉണ്ട് ഭീകരന്മാരെ പിടിച്ചിട്ടിരുന്ന ഇതുപോലുള്ള ഭീകരതയ്ക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ടുള്ളവരും അല്ലെങ്കിൽ സിറിയയിൽ ചെന്നിട്ടുള്ളവരെയും ഒക്കെ പിടികൂടിയിട്ടുള്ളവരെ ജയിലിലിട്ടിരുന്നു. അന്ന് ഇപ്പോൾ കിടന്നവരെ മൊത്തം ഓർന്നു കിട്ടും. അതിനകത്ത് ആരെ എന്ത് എവിടെ താലിബാന്റെ ഭാഗമായിരുന്നു, താലിബാനെതിരായിട്ടുള്ള ഭാഗമായിരുന്നു ഒന്നും അറിയണ്ട. അവരുടെ ഒരു സ്വഭാവം അറിയില്ല. ഈ കിടക്കുന്നതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളവരാണെന്ന് പറഞ്ഞിട്ട് മൊത്തം പേരുന്നു. അന്ന് തുറന്നു വിട്ടവരുടെ കൂട്ടത്തിലുള്ളവർ വീണ്ടും സംഘടിച്ചു. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള മേഖലയിൽ പോയി. അതിനകത്ത് മലയാളികൾ വളരെ വലിയ വലുപ്പത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പരിധിവരെ ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെന്നോ ഒക്കെ ഉള്ള രീതിയിലേക്കുള്ള വർത്തമാനം വരുന്നുണ്ട്. അതായത് ഇത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ. കാരണം ഇവരെ ഇതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വിടുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കം നടക്കുന്നു. കാരണം ഇന്ത്യക്കാരനാണല്ലോ, ഇന്ത്യക്കാരൻ എവിടെയുണ്ടെങ്കിലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവിടെ ഇങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഈ പറയുന്ന പോലെ രഹസ്യരേഖകളും ഒക്കെ ഉണ്ടാക്കി അവിടെ ഇന്ത്യക്കാരുണ്ട്, അവർക്ക് തിരിച്ചു വരുന്നതിന് ഇന്ത്യക്കാരനായതുകൊണ്ട് തിരിച്ചു വരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഈ പറയുന്നത് പോലെ ചാവേർ ആക്രമണവും മറ്റു പല രീതിയിലുള്ള ഓപ്പറേഷൻസും ഒക്കെ നടത്തുന്നതിനും ഒരു പക്ഷേ ഈ പരിശീലനം സിദ്ധിച്ചവർ ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾക്ക് അകത്ത് നിൽക്കുന്നത് രഹസ്യമായിട്ട് നിൽക്കുന്നത് അവർക്ക് രഹസ്യമായിട്ട് അറിയാമല്ലോ. സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നതും ഇവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അവർക്ക് ഇവിടെ രഹസ്യമായിട്ട് പരിശീലനം കൊടുക്കുന്നതിനും വേണ്ടിയൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ ആയിട്ട് മാത്രവുമല്ല, നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ പല അവാർഡ് ദാന ചടങ്ങുകൾ അല്ലെങ്കിൽ പല ഇതിൻ്റെ രീതിയിലൊക്കെ PFIയും SDPIയും ഒക്കെ വേറെ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, വേറെ രീതിയിലൊക്കെ വന്നിരിക്കുന്നു. ഈ സ്വയം സഹായ സംഘങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇല്ലായ്മക്കാരനെ സഹായിക്കുന്ന സംഘങ്ങൾ, ആ രീതിയിലൊക്കെ ഇത് വേറെ രീതിയിലേക്ക് ഒരു പ്രൊമോഷൻ വരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരുക്കങ്ങൾ വീണ്ടും പഴയതുപോലെ നമ്മളിപ്പോൾ ഒന്ന് സിമിയെ പണ്ട് മാറ്റുന്നു, അന്നേരം NDF വരുന്നു, NDFനെ നിർത്തുന്നു, PFI വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും ഇത് നിർത്തുന്നതിന് വേണ്ടിയോ ഉള്ളൊരു സാധനം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഒന്നിനെ മാറ്റുമ്പോൾ, ഒന്നിനെ ഉന്നം വയ്ക്കുമ്പോൾ മറ്റു പല മുഖത്തും മറ്റു പല പേരുകളിലും മറ്റ് ഈ പറയുന്നത് പോലെയുള്ള ഈ സംഘടനകളുടെ പേരും ഈ പറയുന്നത് നമ്മൾ ഈ സാധാരണക്കാരെയൊക്കെ പാവം പിടിച്ചവനെയൊക്കെ സഹായിക്കുന്ന സംഘടനകളൊക്കെ ഉണ്ട്. ആതുര സേവന സംഘടന, ചാരിറ്റി അതുപോലെ ഇപ്പൊ പല അവാർഡ് NGO ഉണ്ടോ, ചാരിറ്റി ആ രീതിയിലൊക്കെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ പുറകിലൊക്കെ ഇപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പല അവാർഡ് യാന തലങ്ങളൊക്കെ ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല സിനിമ, ഇതിൻ്റെയൊക്കെ പുറകിലൊക്കെ ഉള്ള സംഘടനകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒക്കെ തന്നെ ഉണ്ടാണ്. അപ്പം ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഏതായാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഇപ്പം നേരത്തെ പലരും ചോദിക്കുന്ന പോലെ നമ്മളെ സഹായിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പറന്നിറങ്ങുന്നു എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി അതിൻ്റെ ഡീറ്റെയിലിംഗ് എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. അതൊന്നും ആഭ്യന്തര വിഷയമായതുകൊണ്ട് പുറത്തോട്ട് വരുന്ന ഒരു അവസ്ഥയില്ല. ഏതായാലും കലുഷിതമായ ഇന്ത്യക്കെതിരെയുള്ള നീക്കം ഏതൊരവസരത്തിലും നമ്മുടെ കരസേനാ മേധാവിയും രാജ്നാഥ് സിംഗും പ്രതിരോധ മേഖലയിലുള്ള ഒരുക്കങ്ങളും ഒക്കെ കാണുമ്പോൾ ഏതൊരവസരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു യുദ്ധം അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ ചാവേറിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും. സാധാരണ അതിനാണ് സാധ്യത. പക്ഷേ അതിനുശേഷമുള്ള ഈ പറയുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥ ഈ പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഭൂപടത്തിൽ ഈ സാധനം കാണത്തില്ലെന്നാണ്. ഏതായാലും നമുക്ക് കാണാം. ഇപ്പം വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭമല്ല.